ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ മഴ ഉണ്ട് കേട്ടോ. വണ്ടിയിൽ നിന്ന് നല്ല മഴ പെയ്യുന്നുണ്ട്. 6:03 നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രിപ്പ് 0 ആക്കിയിട്ടുണ്ട്. ബിയിൽ CNG 6 കട്ടുണ്ട്, പെട്രോൾ 2 കട്ടയുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഊബർ ഓണാക്കാം. ചെറുതായിട്ട് വിശക്കുന്നുണ്ട്, പോയിട്ട് വേഗം ചായ കുടിക്കാം. ഊബർ ഓണായിട്ടുണ്ട്. ഊബറിൻ്റെ വാലറ്റിൽ ഒരു -52 കിടക്കുന്നുണ്ട്. കുഴപ്പമില്ല, ചെറിയ പേയ്മെൻ്റ് ഒന്നും കുഴപ്പമില്ല. റാപ്പിഡ് ഓമ്പാട് ഓണാക്കുക. ഓക്കെ, റാപ്പിഡ് ഓണായിട്ട് യാത്ര ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഓണാക്കാം. അപ്പോൾ ഏതായാലും പോയി വണ്ടിൻ്റെ കോൾഡ് സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് പോയിട്ട് ചായ അടിക്കാം. ഇവിടെ നമ്മളെ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടൊരു 3 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു. വെറുതെ ഇനി ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ അടിച്ചോട്ടെ ചെയ്തിട്ട്. കാരണം നമ്മളിനി ചായ ഓർഡർ ചെയ്യുമ്പോഴേക്കരം ട്രിപ്പ് അടിക്കുക, അതുവരെ ട്രിപ്പ് അടിക്കില്ല. അതാണ് എനിക്ക് അങ്ങോട്ട് പോകാനൊരു മടി. റോഡിൻ്റെ അപ്പുറത്താണ്. അവിടെ വണ്ടി ഇടാത്ത എന്താ അറിയോ, ഇന്നലത്തെ അതേപോലെ അവിടെ വരങ്ങനെ ഒരു വണ്ടി ഇട്ടിന്, ഒരു റിഡ്സ്. അത് പോയി. അപ്പോൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ അവിടേക്ക് പോയി നോക്കുക, ചായ കുടിക്കുക, ഹോർലിക്സ് കുടിക്കുക. നമ്മളെ പഴയ പരിപാടി വീണ്ടും തുടങ്ങേണ്ടി വരും. പഴം വാങ്ങി വെക്കേണ്ടി വരും വണ്ടിയിൽ. അതാകുമ്പോൾ രാവിലത്തത് അങ്ങനെ നീക്കാം. നമുക്ക് രാവിലെ നമുക്ക് ഫുഡ് കഴിക്കാൻ വലിയൊരു ഇതില്ല. കാരണം എവിടെ നിർത്തി കഴിഞ്ഞാൽ ആ നല്ല ഓട്ടമുള്ള സമയം പോവാണ്. പിന്നെ ഉച്ചക്ക് കഴിക്കേണ്ടി വരും നല്ല ഫുഡ്. അപ്പോൾ രാവിലെ ഇങ്ങനെ ഒരു ചായയും ഒരു പഴം കഴിച്ചിട്ട് നീക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പഴം വാങ്ങണഞ്ഞ്. പഴം വാങ്ങിയിട്ട് കുറേ ദിവസം ഇപ്പോൾ പഴം കാണില്ലല്ലോ. പഴം വാങ്ങണഞ്ഞ്. ഇപ്പം എന്താണെന്ന്, ഇപ്പം നമുക്ക് ചായ കുടിക്കാൻ തന്നെ, എനിക്ക് പാൽ ചായ കുടിക്കാൻ തന്നെ ഇപ്പോൾ കഴിയൂല. ഹോർലിക്സ് ഇപ്പോഴാണ് കുടിക്കൽ തുടങ്ങിയത്. കട്ടൻ ചായയാണ് ഞാൻ രാവിലെ ഇവിടുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം വയറിനൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ കടികൾ പറഞ്ഞാൽ ഇവിടെയൊക്കെ ചായക്കടയല്ല, ഇവിടെയൊക്കെ എണ്ണക്കടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇന്നലത്തെ കേൾക്കാറോ. അപ്പോൾ അതൊക്കെ കഴിച്ചാൽ വീണ്ടും പ്രശ്നമാവും. അപ്പോൾ ഞാൻ ചായ മാത്രമേ കുടിക്കുള്ളൂ. അപ്പോൾ പിന്നെ കുടിക്കണത് നല്ല ചായ ആയിക്കോട്ടെ എഴുതിയിട്ടാണ് ഈ ഹോർലിക്സ് കുടിക്കണത്, കുറച്ച് കട്ടിക്ക് കുടിക്കുക എഴുതിയിട്ട്. അപ്പം നമുക്കൊരു പഴവും വാങ്ങണം. എന്നാൽ പിന്നെ ഒന്നും സെറ്റ് ആയിക്കോളും. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോൾ നീക്കാം. പിന്നെ ഒരു 12 മണിയാകുമ്പോൾ ചോറ് കഴിക്കാമല്ലോ. അപ്പോൾ 6:13 ആയിട്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി. ട്രിപ്പ് അടിക്കണില്ല. ഇനി പോയി ചായ അടിക്കട്ടെ വേഗം. നമ്മളിന്ന് ചായ അടിക്കുമ്പോൾ ട്രിപ്പ് അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല. 7:09 സമയം, 1 മണിക്കൂർ സമയം കഴിഞ്ഞ്. ആ ഒരു ഗ്യാപ്പിൽ അവിടെ 2 ഡിസയർ ഉണ്ടായിരുന്നു, അത് രണ്ടും പോയി. ഇവിടെ ഒരു ഡിസയർ ഇപ്പോൾ നീല കളറിൽ ചായ അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, ആളും പോയി. ഇപ്പോൾ വീണ്ടും കോൾഡ് സ്റ്റാർട്ടിങ് അതിൻ്റെ വണ്ടി. ഇനിയിപ്പോൾ കോൾഡ് സ്റ്റാർട്ടിങ് ഒന്നും വേണ്ട, നമുക്ക് നേരെ വണ്ടി എടുത്ത് 2 കറക്കം കറക്കി വെക്കാം. ഇവിടെ നിന്നൊരു ട്രിപ്പ് അടിക്കണില്ല, 1 മണിക്കൂർ സമയം കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ രാവിലെ ഇറങ്ങിയാലേ പ്രശ്നം. ചില ദിവസം കിട്ടും, ചില ദിവസം ഇങ്ങനെ പെടും. അപ്പോൾ പോയിട്ട് 2 കറക്കം കറക്കട്ടെ. ഇത് നമ്മളെ അത്താണി പോണ റോഡാട്ടോ. മുണ്ടമ്പാലത്ത് നിന്ന് കാക്കനാട് അത്താണി പോണ റോഡാണ്. ഇവിടെ നമ്മൾ ഒരു വളവിൽ വണ്ടി ഇടലുണ്ട്, അവിടെ കൊണ്ടുപോയിടാം. ഞാൻ ആ കാക്കനാട്ടിലേക്ക് പോകണമെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ലെഫ്റ്റ് തിരിഞ്ഞ്. ഇപ്പോഴും ചെറിയൊരു മഴ ഉണ്ട്. നമ്മൾ വണ്ടി എടുത്തപ്പോൾ തുടങ്ങിയ മഴയാണിത്. ഇത് കൂടിയിട്ടും ഇല്ല നിന്നിട്ടും ഇല്ല, ഇങ്ങനെ മൂടിക്കെട്ടിയങ്ങാണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ട്. ഈ വളവിലാട്ടോ ഞാൻ വണ്ടി എടുത്തൽ. ഇവിടെ കുറച്ച് ചെറിയ സ്പേസ് ഉണ്ട്. ഈ ഭാഗത്തേക്ക് വല്ലാണ്ട് വണ്ടി ഇങ്ങോട്ട് വളഞ്ഞ് വരില്ല. കുറച്ചും കൂടി അപ്പുറം ഭാഗത്തുകൂടെ പോവുക. അപ്പോൾ ഏകദേശം ഈ കോൺ ഭാഗത്തിലിട്ടാൽ വലിയ കുഴപ്പമില്ല. ഒരു മാച്ച് ട്രിപ്പ് ആസെപ്റ്റ് അതിൻ്റെ 8 കിലോമീറ്റർ കേട്ടോ. എടപ്പള്ളിക്ക് 183 രൂപയുടെ. കുറേ സമയത്തിന് ശേഷം 7:20 സമയം. 1 മണിക്കൂർ 20 മിനിറ്റും ഒരു 5:59 അല്ലേ നമ്മൾ ഓണാക്കിയത്. ഇപ്പോൾ 7:29 അതിൻ്റെ സമയം. 450 മീറ്ററിലാട്ടോ പിക്കപ്പ് ഉള്ളത്. നമ്മളെ ഓക്കെ ആ ഭാഗത്തേക്ക് തന്നെയാണ് പോകേണ്ടത്. നമ്മളിവിടെ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി ഫ്രണ്ടിലാണ്. കുറച്ച് ഫ്രണ്ട് പോയി കഴിഞ്ഞാൽ വളവിലാണ്. ആ ബസ് വളയണുണ്ടോ, അവിടെ വണ്ടി നിർത്താൻ കഴിയൂല. ഇവിടെ ഒരു ഹോട്ടലും ഉണ്ട്. റാപ്പിഡോയിൽ ട്രിപ്പ് അടിക്കണമൊക്കെയാണ്. 12 കിലോമീറ്റർ 250. നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. നമ്മളെ എടപ്പള്ളി ടോൾ ജംഗ്ഷനിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ നമ്മളോട് ഒരു സെൽഫി ചോദിക്കുന്നുണ്ട് ഊബർ, എന്തോ ഒരു ഐഡൻറ്റിഫൈ എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ, ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. എന്നാലേ ഊബർ ഓൺ ആവുള്ളൂ, എന്നാലേ ട്രിപ്പ് അടിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ട്രിപ്പ് അടിക്കില്ല. അപ്പോൾ ഓണായിട്ടുണ്ട്. നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ നേരത്തെ കറക്റ്റ് നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചില്ല. 280 രൂപ 12 കിലോമീറ്റർ. പിന്നെ പിക്കപ്പ് 1 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ ഒരു 13 കിലോമീറ്റർ. നല്ല ലാഭമുള്ളൊരു ട്രിപ്പായിരുന്നു. പക്ഷേങ്കിൽ ഇതാണ് കുഴപ്പം. ഒന്നല്ലെങ്കിൽ അത്രയും നേരം നമ്മൾ നിന്ന്. പിന്നെ നമ്മൾ വണ്ടി മുണ്ടമ്പാലത്ത് നിന്ന് മാറ്റി അപ്പുറത്തിട്ട്, എന്നിട്ട് നമുക്ക് ഊബറാണ് ഫസ്റ്റ് അടിച്ചത്. എന്നിട്ട് ആളെ പിക്ക് ചെയ്യാൻ പോയപ്പോൾ പിക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ നിന്നാണ് റാപ്പിഡോയിൽ ട്രിപ്പ് അടിക്കണേ. നമ്മൾ അത് ക്യാൻസൽ ചെയ്ത്. അപ്പോൾ ഇങ്ങനെ 2 ആൾക്കാർ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതാണ് കസ്റ്റമർ. വണ്ടി കയറി. പിന്നെ ഇത് നമ്മളെ അവിടെ
വൈറ്റില റോട്ടുമ്പോൾ ഉണ്ട് ഒരു മാള്, ഈ എടപ്പള്ളി ജംഗ്ഷനിൽ തന്നെ ഗ്രാൻഡ് മാളോ അങ്ങനെ എന്തൊരു മാൾ, അവിടെയാണ് ലൊക്കേഷൻ കിടക്കണേ. പക്ഷേങ്കിൽ ആൾ ഇട്ടിക്കണത് ടോൾ ജംഗ്ഷൻ, നമുക്ക് ഊബറിൽ ടോൾ ജംഗ്ഷൻ എന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ ലൊക്കേഷൻ അവിടെ കാണിക്കുന്നത്. അത് പിന്നെ ഞാൻ ആളോട് പറഞ്ഞു, പിന്നെ അതിന് തല്ലോടിയിട്ട് കാര്യമല്ല, കാരണം അയാൾ കറക്റ്റാണ് ഇട്ടിക്കണേ, ടോൾ ജംഗ്ഷൻ തന്നെ ഇട്ടിക്കണേ. ടോൾ ജംഗ്ഷന് ശരിക്കും ഇതാണ് ഈ വലിയ ഈ സ്റ്റുഡിയോൻ്റെ ഒക്കെ അവിടെ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ആയി കൊടുത്തു. 190 രൂപ വാങ്ങിയിട്ടുണ്ട്, 174 നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നോട് ചോദിച്ച് മറ്റേ നിങ്ങളെ ഊബർ അല്ലാണ്ട് ഓടും ചോദിച്ച്. ആ ഓടുന്നതാണ്, എല്ലാ ഓട്ടോ ഓടുന്നതാണ്. അപ്പോൾ എന്നോട് നമ്പർ തന്നാൽ നിങ്ങളവിടെ എവിടെ കൂടുതലുണ്ടാവും, കാക്കനാട് ഉണ്ടാവും ചോദിച്ച്. അപ്പോൾ അയാൾക്ക് എന്തൊക്കെ കമ്പനി എന്തൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മൾ പലയിടത്തും പലതായിട്ട് ഇങ്ങനെ പോവേക്കരം. അപ്പോൾ കിലോമീറ്ററിന് എത്ര റേറ്റ് ചോദിച്ചു. ഞാനൊരു 20-25 പറഞ്ഞു. നമുക്ക് ഊബറിന് അത്ര ഉള്ളു കിട്ടണേ, ഊബറുകാരെ അതിലേറെ വാങ്ങുന്നുണ്ട്. 20-25 പറഞ്ഞാലും കസ്റ്റമറിന് ലാഭം, കാരണം അവർ ഊബർ ബുക്ക് ചെയ്യുമ്പോൾ ഊബറുകാർ 30-36 വെച്ചിട്ടേക്കാനും വാങ്ങാം. എന്നിട്ട് എന്നോട് ചോദിക്കുക ഇടയ്ക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടുമല്ലോ ചോദിച്ചാൽ. ഞാൻ പറഞ്ഞു ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് ചെറുതാണ്, പിന്നെ വലിയ ലോങ്ങൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ അഡ്ജസ്റ്റ് ആക്കാറുണ്ട്. എന്നാ ഓക്കെ കേട്ടോ ശരി എന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. നമുക്ക് അതിലും കുറഞ്ഞിട്ടുള്ള റേറ്റ് ഒന്നും വേണ്ട, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്പറൊക്കെ കൊടുത്തിട്ട് സെറ്റ് ആക്കായിരുന്നു. അങ്ങനത്തെ ഓട്ടം നമുക്ക് വേണ്ട, നഷ്ട ഓട്ടങ്ങൾ നമുക്ക് വേണ്ട. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഇനിയിപ്പോൾ റാപ്പിഡ് തെറ്റിയൊന്നാവോ, ഇനിയിപ്പോൾ യാത്രയും പാടെ ഓണാക്കാം. ഇന്ന് ഓട്ടം ഇല്ലാത്തതുകൊണ്ടാണോ എന്താ അറിയില്ല, മൂഡ് പോയി. രാവിലെ തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത്. അതും ഊബറിൽ ട്രിപ്പ് എടുക്കാൻ നേരത്തെ പിന്നെ റാപ്പിഡോയിൽ നല്ലൊരു ട്രിപ്പ് വരല്. വീണ്ടും നമുക്കൊരു മനസ്സിനൊരു വിമ്മിഷ്ടം ഉണ്ടാക്കാനായിട്ട് യാത്രയും പാടെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ CNG ഒക്കെ അരക്കട്ടുണ്ട്, ഫുൾ ഹാഫ് കട്ടുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ CNG എടുക്കാൻ പോവായിരുന്നു. ഇവിടെ ഇട്ടിട്ട് വലിയ കാര്യം ഉണ്ടാവുമോ എന്നറിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ മൊബൈൽ ഷോപ്പിൻ്റെ അടുക്ക് വന്നിട്ടുണ്ട്, ക്ലബ്ബ് ജംഗ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എന്നാലും ഇനി ട്രിപ്പ് അടി ആ ഭാഗത്ത് എടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ നിന്നിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അവിടെ നിന്നൊക്കെ ട്രിപ്പ് അടിക്കാൻ ചാൻസ് കുറവാണ്, ജംഗ്ഷനല്ലേ അങ്ങാടിയല്ലേ. അപ്പോൾ രാവിലെ ഒന്നും അവിടെ നിന്ന് ട്രിപ്പ് അടിക്കൂല. അപ്പോൾ രാവിലെയൊക്കെ ഇങ്ങനെ ഉള്ളേരിയിൽ നിന്ന് അങ്ങാടിക്കാണല്ലോ എല്ലാവരും വരിക, ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ കയറി ഇവിടെ എത്തിയൊക്കെ ഒരു മാച്ച് ട്രിപ്പ് വന്നു 144 രൂപയുടെ, പക്ഷേ കിട്ടിയില്ല. നമ്മളെ ഫോണ് സ്പീഡ് ഇല്ലാത്തതുകൊണ്ടാണ് എന്താ അറിയില്ല, 5G തന്നെയാണ്, നമുക്ക് മാച്ചുകളൊന്നും വല്ലാണ്ട് കിട്ടണില്ല. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നേരം നിൽക്കാം. ഇവിടെ ഒരു അരമണിക്കൂർ നിന്നിട്ട് കിട്ടണില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മളെ റൂമിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ, 26 കിലോമീറ്റർ 406 രൂപ. ശനി ഞാൻ പോകണ്ടേന്ന് കുറേ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ അങ്ങനെ കരുതി 26 കിലോമീറ്റർ ഉണ്ട്, 406 അല്ലേ, അതിൽ 400 പോലും ശരിക്കും കിട്ടൂല, ഒരു 390 കിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ മറ്റേ 15 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടണുള്ളൂ. പിന്നെ പിക്കപ്പ് 1.8 കിലോമീറ്ററും ഉണ്ട്. സംഭവം അതൊരു നഷ്ട ട്രിപ്പാണ്. പിന്നെ ഒറ്റയടിക്കൊരു 400 രൂപ കിട്ടാനല്ലോ, ഒരു 174 ഓടും ചെയ്തിട്ടുണ്ട്, അപ്പോൾ 574 ആവും. അപ്പോൾ ചിലപ്പോൾ ഇത്രയും നേരം പോസ്റ്റ് അടിച്ചതിന് തന്നതായിരിക്കും, പക്ഷെ നഷ്ടമാണ്. 15 രൂപ വെച്ചിട്ട് കിലോമീറ്ററിനുള്ളൂ. പിന്നെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവിടെ നിന്നേക്കരം ഭാഗ്യം വരിക. നമ്മൾ നഷ്ട ട്രിപ്പ് എന്ന് പറയുന്നതൊക്കെ ചിലപ്പോൾ ഭാഗ്യം വരിക, ഇത് കഴിയുമ്പോഴൊക്കെ ചിലപ്പോൾ വല്ല ഇൻ്റർസിറ്റിയോ വല്ല എയർപോർട്ടോ എന്തെങ്കിലുമൊക്കെ അടിയുക. അപ്പോൾ പിന്നെ അത് കരുതിയിട്ടാണ് പോവുക. ചിലപ്പോൾ ഇവിടെ കടന്നാലും ഇനി എത്ര നേരം കിടക്കണമെന്നും അറിയില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ഒരു മണിക്കൂർ നമ്മളിവിടെ പോസ്റ്റ് അടിച്ച് നിന്ന്. അപ്പോൾ പിന്നെ അതൊക്കെ ഓർത്തിട്ട് എനിക്കിങ്ങനെ പോവാതെക്കാനും തോന്നുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഏതായാലും ഇപ്പോൾ തന്നെ ഓടുക. ഇനിയിപ്പോൾ എന്താണ് നമ്മളെ വിധിച്ചിക്കണമെന്ന് നോക്കി നോക്കാം. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്കമാലി പോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ പോസ്റ്റ് ആവും. ഒക്കെ വിധി പോലെ എന്തായാലും നമ്മൾ ശനിനെ പോയി പിക്കട്ടെ. പിന്നെന്താണെന്നോ, റോട്ടിൽ വലിയ ബ്ലോക്കൊന്നുമില്ല. 26 കിലോമീറ്ററിന് ഇത്ര 41 മിനിറ്റോ ഇത്രയൊക്കെയാണ് സമയം കണ്ട്. ഹൈവേ കൂടിയാണല്ലോ, ഫുള്ള് ഹൈവേ ആണ്. ജസ്റ്റ് ഈ എടപ്പള്ളി ഒന്ന് കയറി കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ ഹൈവേ അല്ലേ. പിന്നെ വലിയ നഷ്ടമില്ല എന്ന് തോന്നണേ, പെട്ടെന്ന് പോയി പോരാ, മൈലേജ് കിട്ടും. കുറച്ച് അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടോ. ലോങ് ട്രിപ്പ് അങ്കമാലിക്ക് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 357 കേട്ടോ നമുക്ക് കിട്ടിയത്. 26.19 കിലോമീറ്റർ പോകുന്നു, 44 മിനിറ്റ്. 560 ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തു. 345 നമുക്ക് കിട്ടിയത്. അതിൽ ഊബർ കമ്മീഷൻ എടുത്തത് 172 രൂപ. പിന്നെ ടോട്ടൽ 562 രൂപ അതിൻ്റെ 2 ട്രിപ്പ്. ഇപ്പോൾ ഇവിടെ അങ്കമാലിയിലാണ് ഉള്ളത്. കുറച്ച് അവിടെ നിന്ന് പോന്നു, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന്. ഇനി ഇവിടുന്ന് ഒന്നും കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് വണ്ടി ഇടാൻ വല്ല സ്ഥലം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇത് ഇവിടെ എന്തോ ഒരു കട ഉണ്ട്, സെക്യൂരിറ്റിക്കാരുണ്ട് അവിടെ. അപ്പം ഞാൻ ആൾക്കൊരു ചൊറ ഉണ്ടാക്കണ്ട, ഇവിടെ എവിടെയെങ്കിലും വല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിർത്താം. കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇവിടെയുണ്ട് സെക്യൂരിറ്റിക്കാരൻ. അപ്പോൾ സെക്യൂരിറ്റിക്കാരന്മാരില്ലാത്ത വല്ല പാർക്കിംഗ് ഉണ്ടോക്കട്ടെ, അവിടെ കൊണ്ടുപോയി പാർക്കിടാം.
ഇവിടുത്തെ സെക്യൂരിറ്റിക്കാർ പിന്നെ നമ്മൾ വിളിച്ചു വരുത്തുന്നുണ്ട്, ഹോട്ടലാണ്. അപ്പോൾ കിട്ടിയിട്ട് ഒരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്, നമ്മളെ സിദ്ദീഖിൻ്റെ അടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാം. 8:56 സമയം. ഇവിടെ പിന്നെ സമയ കണക്കൊന്നും നോക്കണ്ട, ട്രിപ്പ് അടിക്കുമ്പോൾ പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ വെറുത്ത് കഴിയുമ്പോൾ പോവാം. നമുക്കൊരു മാച്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പാലാരോട്ടത്തേക്ക് 416 സനല്. അപ്പോൾ കണ്ടില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 400 റുപ്യ 800 റുപ്യേൻ്റെ ഓട്ടായി. അപ്പോൾ 500ക്ക് 400 റുപ്യ 900 റുപ്യേൻ്റെ ഓട്ടായി. അവിടെ എത്താൻ ഇപ്പോൾ 9 മണി ഉണ്ട്, എന്തായാലും ഒരു 10 മണിയാകുമ്പോഴത്തേന് 1000 റുപ്യേൻ്റെ അടുത്തായില്ലേ. ചിലപ്പോൾ ഇതേപോലെ വല്ല ഭാഗ്യവും കിട്ടും, ചിലപ്പോൾ ഇവിടെ കടന്നുകൊണ്ട് മൂഞ്ചും. അതന്നെ ഇനിയിപ്പോൾ സനലിന് പോയി പിക്ക് ചെയ്യട്ടെ. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, എത്ര കിലോമീറ്റർ ഉണ്ടോ കേട്ടോ പിക്കപ്പ്? 500 മീറ്റർ കേട്ടോ പിക്കപ്പ്. സിദ്ദീഖ താങ്ക് യു. അപ്പോൾ നമ്മൾ കസ്റ്റമർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. 8917. നമ്മളിവിടെ ഫോറം മാളിലാട്ടുള്ളത്, മരടിൽ. അപ്പോൾ ഇവിടേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേത് നമ്മൾ ഡ്രോപ്പ് ചെയ്ത ഉടനെ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ട്രിപ്പ് അടിച്ചു. ഇവർ കയറിയപ്പോൾ പറഞ്ഞ് നല്ല ഫെയർ ഉണ്ട്, ഇതെന്താ എത്ര കൂടി എന്നൊക്കെ പറഞ്ഞു. 240 രൂപയാണ് ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തത്. 160 നമ്മൾ ഏണിങ്സ്, ബാക്കിയൊക്കെ ഊബറിൻ്റെ കമ്മീഷൻ പോയി. കണ്ടോ, 240 6 കിലോമീറ്ററിന്. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പരസ്പരം, അത് ഈ പീക്ക് ടൈം ആയതുകൊണ്ടായിരിക്കും. 80 രൂപ കമ്മീഷൻ പോയിട്ടുണ്ട്. പിന്നെ മറ്റേതിന് നമുക്ക് 396 രൂപയാണ് കിട്ടി, 26 കിലോമീറ്റർ. അതിന് മുമ്പുള്ളത് 26 കിലോമീറ്റർ, അതിന് 387 കിട്ടി, ഇതിന് 396. ഇത് 51 മിനിറ്റ് എടുത്ത്, ഇത് 44 മിനിറ്റ് എടുത്ത്, ഇത് 560 ക്യാഷ് കളക്ട്, ഇത് 513. 12 തന്ന്. ഒരു ഡോക്ടറായിരുന്നു, പക്ഷെ ഡോക്ടറാണെന്ന് തന്നെ ഉള്ളൂ, നമുക്ക് പൈസ മുഴുവട്ടുന്നില്ല. 12 512. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. CNG 3 ഘട്ടമുണ്ട്, അത് അടിക്കണോ വേണ്ടേന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഹോട്ടൽ ഇവിടെ ആദ്യം തപ്പണം. ഇവിടെ ഇനി മെയിൻ റോഡ് കയറിയിട്ട് യൂട്ടൺ അടിച്ച് കഴിഞ്ഞാൽ മരട് ഭാഗത്തേക്ക് പോയാൽ നമുക്ക് അവിടെ ഒരു CNG പമ്പ് ഉണ്ട്, ഇന്ത്യൻ ഓയിൽ. ഇപ്പോൾ തന്നെ അടിച്ചാൽ പിന്നെ ആ പരിപാടി കഴിയും. ഇല്ലാന്നുണ്ടെങ്കിൽ 2 ലോക്കലും പാടെ ഓടാൻ CNG ഉണ്ട്. ഇനി അഥവാ വല്ല പുറത്തേക്ക് ദൂരത്തേക്ക് ഒക്കെ കിട്ടിയാലാണ് പണിയാവുക. അപ്പോൾ നമുക്ക് ഊബറിൽ വേറെ ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്. അയ്യപ്പൻകാവ കണ്ടത് 188 രൂപയുടെ ട്രിപ്പാണ്. 2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്, ദീപക്കാണ്. അപ്പോൾ ഞാൻ ആളിമ്പാടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യട്ടെ, നോർത്തിൻ്റെ ആ ഭാഗത്തേക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിനൊരു തീരുമാനമായി, CNG അടിക്കണോ ചായ അടിക്കണോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ട്രിപ്പ് അടിച്ചു. ഇതിപ്പോൾ ഞാൻ അയ്യപ്പൻകാവ ഭാഗത്തേക്കാണ്, അവിടെ ഇനി വേറെ CNG പമ്പൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഒരു ലോക്കലും പാടെ ഓടേണ്ടി വരും. ഈ ലോക്കൽ കഴിഞ്ഞിട്ട് അവിടുന്ന് വേറൊരു ലോക്കലും പാടെ ഓടേണ്ടി വരും. അപ്പോൾ അയ്യപ്പൻകാവിൽ എവിടെയെങ്കിലും ചായക്കട കണ്ടാൽ അവിടുന്ന് ചായ കുടിക്കാം. അപ്പോൾ 2 വട്ടം ഓഫ് ചെയ്യേണ്ടി വരും ഊബർ, അതാണ് പ്രശ്നം. ചായ അടിക്കുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യണം, പിന്നെ CNG അടിക്കുമ്പോൾ ഓഫ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഏതായാലും പോയി ദീപക്കിനെ പിക്ക് ചെയ്യട്ടെ. മണമ്മേൽ ശ്രീ കരിങ്കാളികാവ് ക്ഷേത്രം. അങ്ങനെ നമ്മളെ ആ ട്രിപ്പും ക്ലോസ് ചെയ്തിട്ടോ. അത് നമ്മളെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. 181 രൂപയാണ് നമുക്ക് അതിന് കിട്ടിയത്. അത് നല്ലൊരു ആളായിരുന്നു കേട്ടോ. 20 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. 7.75 കിലോമീറ്റർ. ടോട്ടല് 141.39. അപ്പോൾ ഞാൻ എത്രയെന്ന് പറഞ്ഞില്ല, എന്നോട് 141 ചോദിച്ചു, 241. അപ്പോൾ അയാൾ സ്ക്രീനിൽ കണ്ടു 241.39. 242 അല്ലേ പറഞ്ഞിട്ട് 242 ഇട്ട്. ഇതൊക്കെയാണ് ആൾക്കാർ, ഇങ്ങനെ ഇടണം. ഇനി നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഉള്ളത്. ഞാൻ ആയിക്കൂടി ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നു, നമ്മളെ സമൃദ്ധി ഹോട്ടലിൻ്റെ ആയിക്കൂടി. ഇവിടെ വണ്ടി ഇടാൻ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, വണ്ടി ഇവിടെ നിന്ന് ഓടിച്ചിട്ട് പാലത്തിൻ്റെ അപ്പുറത്തെ റോഡുണ്ട്, അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ കയറിനടുത്തൊരു ഹോട്ടലുണ്ട് എന്നാണ് തോന്നുന്നത്. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാം. ആദ്യം അങ്ങോട്ട് വണ്ടി കൊണ്ടോട്ടെ. പോട്ടെ എല്ലാവരും പോട്ടെ. ഇവിടെ കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം, ഈ പാലം കഴിയണം അവിടെ. ടൗൺ ഹാൾ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇവിടെ ലെഫ്റ്റിക്ക് റോഡ് ഉണ്ട്, ഇതുണ്ടോ? ഈ ലെഫ്റ്റിക്ക് റോഡ് കയറിയാൽ ഇവിടെ ഹോട്ടലുണ്ട്, ഇതാ ബോർഡ് ഇതവിടെ. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ തോന്നി ഇവിടെ കയറുന്നിടത്തൊരു ഹോട്ടലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലാണ്, വണ്ടി പാർക്ക് ചെയ്യാൻ. ഇതിമ്മ കണ്ടോ, ഇതിമ്മ വലിയൊരു തിരക്കില്ല ഈ റോട്ടിൽ. അപ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ് ടൗൺ ഹാളാട്ടോ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യുക, ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കറുകപ്പള്ളി ജംഗ്ഷനിലാണ് ഉള്ളത്. നമുക്ക് ഇവിടേക്ക് ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയതാണ് നോർത്തുനിന്ന്. അപ്പോൾ
ഇവിടുന്ന് ഒരു 600 മീറ്റർ അപ്പുറത്തേക്ക് കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഒരു സിനിമാ നടിയായിരുന്നു. അപ്പോൾ ആദ്യം അവിടുന്ന് കുറേ 3-4 മാച്ച് ട്രിപ്പുകൾ അടിച്ചു, ഒന്നും കിട്ടിയില്ല. ആ കൂട്ടത്തിൽ ഈ ട്രിപ്പും വന്നിട്ടുണ്ടായിരുന്നു മാച്ചായി കണ്ട്, അത് കിട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ട്രിപ്പായിട്ട് വന്ന് 110 രൂപയുടെ ചെറിയ ട്രിപ്പാണ്. പിന്നെ ഇത് ക്യാൻസൽ ആവേണ്ടതായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് കസ്റ്റമർ കുറേ വിളിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ ഒന്നും മിണ്ടാണ്ട് നിൽക്കുക. അപ്പം എനിക്ക് തോന്നി ചിലപ്പോൾ ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് കേൾക്കുന്നില്ല, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല, ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷനകത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്ത്. അപ്പോൾ ആൾ വന്ന് കയറി. ഒരു സിനിമാ നടിയാണ്. ഞാൻ ഫോട്ടോ ഇതിൽ കൊടുക്കാം. ഫോട്ടോ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം ഞാൻ ആ ഫോട്ടോ എടുത്തപ്പോൾ ചേച്ചി ആദ്യം കണ്ണട ഊരിയിട്ടാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാവണില്ല. അപ്പോൾ കണ്ണട വെച്ചിട്ട് ഒന്നും കൂടി എടുപ്പിച്ചിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോൾ ഒക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങനെ ഫോട്ടോ എടുത്ത്. ആളാരാ അറിയോ? നമ്മളെ ഈ പുതിയ ലാസ്റ്റ് ഇറങ്ങിയ പടം ഏതാ? നമ്മളെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്നിട്ടൊരു പടമുണ്ട് അനശ്വര രാജൻ്റെ. അതിൽ നമ്മളെ ആ ബോഡി കത്തിക്കാനയക്കാണ്ട് കച്ചറ ഓടുന്നൊരു ലേഡി ഉണ്ട്. ആ ലേഡിയാണ് അത്. ഫോട്ടോത്തിൽ കാണുമ്പോൾ എത്ര മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും ആളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആൾ ഫ്രണ്ടിലാട്ടോ ഇരുന്നത്. ഈ സിനിമാ നടികളും നടന്മാരൊക്കെ ഫ്രണ്ടിലാണ് കൂടുതൽ ഇരിക്കുക, ചിലവർ മാത്രമേ ബാക്കിൽ ഇരിക്കുള്ളൂ. ഇതേപോലെ തന്നെ നാൾ പനമ്പള്ളിയിൽ നിന്ന് ഇതേപോലെ ഒരു ചേച്ചിനെ കിട്ടിയിരുന്നു. ആളും ഇതേപോലെ കുറേ സിനിമയിലുള്ളത്. നമ്മളെ ചുരുളിയിൽ ആ വൈദ്യനുണ്ടല്ലോ, മലൻ്റെ മേലെ കയറിയിട്ട് ഒരു വൈദ്യശാല, അവിടെയുള്ള ആ ചേച്ചി 2-3 വട്ടം എനിക്ക് ഊബർ യാത്രയിൽ കിട്ടിയിട്ടുണ്ട്. ആളും ഫ്രണ്ടിലായിരുന്നു. നല്ല കമ്പനിയായിട്ട് സംസാരിച്ച് പോകുന്നു. ഇയാളും നല്ല കമ്പനിയായി സംസാരിച്ച് പോകുന്നു. ഏതായാലും ആളവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ചപ്പുറത്ത് മാമംഗലം ഏതോ ഒരു ഡബ്ബിങ് സ്റ്റുഡിയോക്കാണ് ഡബ് ചെയ്യാൻ, ഏതൊരു പടം ഡബ് ചെയ്യാൻ വന്നിക്കാണ് ആള്. തിരുവനന്തപുരത്താണ് വീട് പറഞ്ഞ്. അപ്പം ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഇവിടെ കറുകപ്പള്ളിയിലാണ് ഉള്ളത്. 110 രൂപയുടെ ട്രിപ്പായിരുന്നു കേട്ടോ, ചെറിയ ട്രിപ്പായിരുന്നു. ഞാനിങ്ങനെ വണ്ടി ഇപ്പോൾ എടുക്കുക പാർക്ക് ചെയ്യാൻ നോക്കി ഇങ്ങനെ നിൽക്കായിരുന്നു. ഇവിടെ തന്നെ ഇട്ടത്, ഇപ്പോൾ വീഡിയോ എടുത്ത അവിടെ തന്നെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ബാസിത്ത്. 7 കിലോമീറ്റർ എന്തോളൂ ഡ്രോപ്പ് കേട്ടോ. 200 മീറ്ററാണ് പിക്കപ്പിനുള്ളത്. നമുക്ക് ആ മുമ്പിലോട്ട് ഫ്രണ്ടിലേക്ക് തന്നെ പോകണ്ട്. വണ്ടി ഓടിക്കും വേണ്ട, കറക്റ്റ് ഫ്രണ്ടിലേക്ക് പോയിട്ട്. ആ 9765. കേക്ക് ഹട്ടല്ലേ? നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ആലുവയാണുള്ളത്. ആലുവ ജസ്റ്റ് ഹൈവേൻ്റെ പാലം കയറുന്ന അവിടെയാണുള്ളത്. ഇവിടേക്ക് ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ മറ്റേ ട്രിപ്പിന് ശേഷം നമുക്ക് 2 ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമുക്ക് ബാസിത്ത് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, ചിറ്റൂർ ആസ്റ്റർമൺ സിറ്റിക്കായിരുന്നു. അപ്പോൾ അവിടെ എത്തിയ ഉടനെ കുറേ മാച്ചുകൾ വന്നു. അതിലൊരു മാച്ച് കണക്ട് ആയി, പക്ഷേങ്കിൽ അത് നഷ്ടമായി. 310 രൂപയെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 19.46 കിലോമീറ്റർ. ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ 15 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടണുള്ളൂ. അപ്പോൾ ഈ 450 ക്യാഷ് കളക്ട്. അതിലെത്ര കമ്മീഷൻ നോക്കുകയാണെങ്കിൽ കമ്മീഷൻ അത്യാവശ്യം ഉണ്ടാവും. 140 രൂപ കമ്മീഷൻ എടുത്തിട്ടുണ്ട്. ഈ 449 നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററിന് 22 രൂപ വെച്ച് കിട്ടീന്. അതേതായാലും നഷ്ടമായി. നല്ല കമ്മീഷൻ എടുക്കുകയും ചെയ്തത് നമുക്ക് വളരെ കുറവായി. പിന്നെ അവിടുന്ന് നേരെ ഇവിടേക്ക് ട്രിപ്പ് അടിച്ചു. ഇവിടേക്ക് നേരെ ഇവിടെ ഒരു കേക്ക് ഹട്ട് കട ഉണ്ട്. ആ കടയിലേക്കാണ് ഇപ്പോൾ ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ അതും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ ലോങ് ട്രിപ്പ് പോയത് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്കായിരുന്നു. പോയിരുന്ന വഴിക്ക് നമ്മൾ മുട്ടത്തുനിന്ന് CNG അടിച്ചിട്ടുണ്ടായിരുന്നു. 694 രൂപക്കാണ് CNG അടിച്ചത്. അപ്പോൾ നല്ലൊരു കസ്റ്റമർ ആയിരുന്നു. ഹിന്ദിക്കാരനും അറബ്യൻ തോന്നുന്നുണ്ട് ആൾ. അപ്പോൾ ആളെ ഡ്രോപ്പ് ചെയ്തു. 3 കട്ട പെട്രോൾ ഉണ്ട് കേട്ടോ. വണ്ടി ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് കണ്ടോ. ഈ റോഡ് കുറച്ച് അവിടെ ഒരു പൊക്കുണ്ട്, അതേപോലെ ഇവിടെ നല്ലോണം പൊക്കുണ്ട്. അപ്പോൾ വണ്ടി ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. CNG ഇപ്പോൾ 2 കട്ട പോയിട്ടുണ്ട്. 17 കിലോമീറ്റർ ഓടി CNG അടിച്ചിട്ട്, 17.6 കിലോമീറ്റർ. അപ്പോൾ ഇനി കുറച്ചും കൂടി അവിടെ മുമ്പിലേക്ക് പോയിട്ട് ലെഫ്റ്റ് ഒരു വഴി തിരിഞ്ഞാൽ നല്ലൊരു പാലൊക്കെ ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യട്ടെ. നമുക്ക് പിന്നെ വേറെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഇന്നലത്തെ വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം വിശ്രമിച്ച് നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം അവിടെ നിന്നിട്ടുണ്ട് വെറുതെ. ഇപ്പോൾ സമയം 3:09 ആയിട്ടുണ്ട്. ഇനി നേരെ ഇത് ആലുവ പാലത്തിൻ്റെ അടിയിലാട്ടോ ഇപ്പോൾ ഉള്ളത്, മാർക്കറ്റിൻ്റെ അവിടെയാണ്. അപ്പോൾ ഇനിവിടുന്ന് വേഗം വണ്ടി എടുത്ത് പോട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആകെ 2 മണിക്കൂറും കൂടി ഉള്ളൂ ഓടാൻ. അതിൻ്റെ ഇടയിൽ എങ്ങനെ ഒരു 500, 600, 700 പേര് ഉണ്ടാക്കണം. ഞാനിങ്ങനെ നേരെ പോകാൻ നിൽക്കായിരുന്നു പുളിഞ്ചോട്. നമ്മളെ ആലുവൻ്റെ ആ സിഗ്നൽ എത്തിയപ്പോൾ ഞാൻ നേരെ ആലുവക്ക് പോന്നു. ഇത് നമ്മളെ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താട്ടോ. ഇവിടെ പാർക്ക് ചെയ്യലുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മൊബൈൽ ഷോപ്പ് പുതിയ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും നേരം ട്രിപ്പ് അടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഊബർ ഓഫ് ചെയ്യുക. കാരണം കുറേ എന്തായാലും ഒരു 2-3 വർഷമായി ഉണ്ടാവും ആളെ കണ്ടിട്ട്. അപ്പോൾ ആൾ ഇവിടെ ഫ്രണ്ടിൻ്റെ ഏതൊരു ഷോപ്പിൽ വർക്കിന് കയറിയിട്ടുണ്ട്. ആൾ ചെക്കനൊന്ന് കാണട്ടെ. അപ്പോൾ ഒന്നാൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ 2 മണിക്കൂർ നിന്ന്. പക്ഷേങ്കിൽ ഇവന് ഇവിടെ ഉള്ള കാര്യം ഞാൻ മറന്ന്. അപ്പോൾ ഏതായാലും ഓനൊന്ന് പോയി കാണട്ടെ. കുറച്ച് നേരം ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ന് ഓട്ടം ഉണ്ടാവില്ല, കുറേ ദിവസമായില്ല. അപ്പോൾ കുറച്ച് ദിവസം അവിടെ നിൽക്കും, ഞാൻ കുറച്ച് നേരം അവിടെ നിൽക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കാക്കനാട് അത്താണിയിലാട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ട്. ഇന്നത്തെ പണി നമ്മൾ നിർത്തിട്ടോ. ലാസ്റ്റ് അവിടെ നിന്ന് ഒരു ട്രിപ്പും പാടെ എടുത്തിട്ടുണ്ടായിരുന്നു. 247 രൂപയുടെ ട്രിപ്പ്, 14 കിലോമീറ്ററും 29 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. 350 ക്യാഷ് കളക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ അത്താണി തന്നെ നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ നല്ല സർജുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഊബറിൽ. അപ്പോൾ ഞാൻ എന്തായാലും ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. പിന്നെ റാപ്പിഡോയിൽ ഇന്നൊന്നും ഓടിയില്ല കേട്ടോ. ഊബറിൽ ഇന്ന് ഓടിയത് 10 ട്രിപ്പ്, കറക്റ്റ് 10 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ CNG ഓടിയത് 36 കിലോമീറ്റർ കേട്ടോ. പുതിയ CNG അടിച്ചത്. ബിയിൽ 144 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിൽ 2276 രൂപയ്ക്ക് ഇന്ന് ഏൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വണ്ടിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. വണ്ടിൻ്റെ എല്ലാ സ്ക്രാച്ചും ഒക്കെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നാളെ എന്തായാലും അധികം ഷോറൂമിൽ കയറ്റും. അപ്പോൾ ഫ്രണ്ടും ലെഫ്റ്റ് സൈഡും ഫസ്റ്റ് ക്ലെയിം ചെയ്യും. പിന്നുള്ളത് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞത്. പിന്നെ ഓരോ ക്ലെയിം ചെയ്യണതിനനുസരിച്ച് അടുത്ത ഇൻഷുർ റിന്യൂവൽ ചെയ്യുമ്പോൾ പൈസ കൂടുന്നതാണ്. എനിക്ക് ഇന്നലെ ഇൻഷുറിൻ്റെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ലേഡി റിന്യൂവൽ ആവാനായിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആളോട് ജസ്റ്റ് ചോദിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞത് ഓരോ ക്ലെയിമിനും പൈസ കുറച്ച് കൂടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ കരുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പുറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം പൈസ ആവും. ആ പൈസേൻ്റെ അത്ര ആവില്ല ക്ലെയിം ഇടുമ്പോൾ. പിന്നെ ക്ലെയിം ഇടുമ്പോൾ ഓരോ ക്ലെയിമിന് 1000 രൂപ വെച്ച് വാങ്ങും. പിന്നെ ഇൻഷുർ പുതുക്കുമ്പോൾ റേറ്റ് കൂടുന്നതാണ്. അപ്പോൾ ആ പുതുക്കുമ്പോൾ കൂടുന്നത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. എങ്ങനെ വെച്ചാൽ ഇപ്പോൾ 2 ഭാഗം ഇൻഷുർ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഓരോ വട്ടം ക്ലെയിം ചെയ്യാൻ 1000 രൂപ വെച്ചിട്ട് 2000 രൂപ കൊണ്ടൊക്കെ ആയിട്ട് ക്ലെയിം ചെയ്യും. പിന്നെ ഇൻഷുർ പുതുക്കണ സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഇൻഷുറിൻ്റെ കമ്പനി ചേഞ്ച് ചെയ്യുക, വേറെ കമ്പനി എടുത്താൽ മതി. അപ്പോൾ ഇത്ര റേറ്റ് വരില്ല, ഈ പുതുക്കിനുള്ള റേറ്റ് വരില്ല. എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും മാരുതിൻ്റെക്ക് തന്നെ വന്നാൽ മതി. മാരുതിൻ്റെ എന്താണെന്നോ, മാരുതിൻ്റെയാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഏത് വണ്ടി വെച്ചാൽ ആ വണ്ടിൻ്റെ കമ്പനിയിലുള്ള ഇൻഷുർ തന്നെയാണ് നല്ലത്. അതെന്താ വെച്ചാൽ നമുക്ക് ഇൻഷുറൊക്കെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫണ്ട് പാസ്സായിക്കൊണ്ട് വണ്ടി കയ്യിൽ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മളിതിന് മുമ്പ് സെലേറിയോ ഞാൻ ഓടിയപ്പോൾ വണ്ടി കട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ക്ലെയിമിന് ഇട്ടിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് വണ്ടി അവിടെ കടന്നു. അതെന്താ വെച്ചാൽ അവർ വന്നിട്ട് വണ്ടി ചെക്ക് ചെയ്യണം, അങ്ങനെ ചെക്ക് ചെയ്യണം, ഫണ്ട് പാസ്സായിട്ടില്ല. ഒന്നല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പൈസ തന്നിട്ട് വണ്ടി കൊണ്ടുപോകണം, പിന്നെ ഇൻഷുറാർ നേരിട്ട് നിങ്ങൾ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടുതരും, അങ്ങനെയൊക്കെ ആയിക്കരാം. ഇതാകുമ്പോൾ മാരുതിൻ്റെ തന്നെ ആകുമ്പോൾ അവർ വേഗം പണിയാണ് കഴിച്ചു. അതിൻ്റെ എസ്റ്റിമേറ്റ് കാണിക്കുമ്പോഴത്തേന് നമ്മളെ വണ്ടി 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് വണ്ടി കയ്യിൽ കിട്ടും. അതാണ് ഇതിൻ്റെ ഉള്ളൊരു പ്രയോജനം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ ചെയ്യാം. കമ്പനി മാറ്റേണ്ടി വരും, നല്ലൊരു കമ്പനി നോക്കിയിട്ട് അതിക്ക് മാറേണ്ടി വരും. കാരണം 2 ക്ലെയിം ഇടുമ്പോഴത്തേന് പൈസ എന്തായാലും 2-3 റുപ്യ വെച്ച് ചിലപ്പോൾ കൂടുന്നുണ്ടാവും. അതെന്താ കറക്റ്റ് എനിക്കറിയില്ല, എത്ര റുപ്യ വെച്ച് കയറുമെന്ന് എനിക്കറിയില്ല. ഒന്നും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഇൻഷുറിൻ്റെ ആൾക്കാർക്ക് ഒന്നുകൂടി വിളിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഷോറൂമിലൊക്കെ ഒന്ന് പോയിട്ട് ക്ലെയിം ഇടാൻ എത്ര ദിവസം എടുക്കും, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് ചോദിക്കണം. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ഓട്ടമായിരിക്കും ഇന്ന് അത്യാവശ്യം ഓടിയാൽ മതിയായിരുന്നു, കുഴപ്പമില്ല. 2200 റുപ്യ ഓടിയുണ്ട്, അത് മതി. പിന്നെ ഇനി എന്തായാലും 4-5 ദിവസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്ലെയിം കഴിഞ്ഞിട്ട് വണ്ടി പുത്തനാക്കിയിട്ട് ഇറക്കാം നമുക്ക്. ഫ്രണ്ട് ഭാഗവും ബമ്പറും കാര്യങ്ങളും പോകും. ബോണറ്റ് നാൾ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അടിയിൽ ബമ്പറിൻ്റെ അവിടെ സ്ക്രാച്ച് ഉണ്ട്, ആ ബമ്പറൊന്ന് മാറ്റാം. പിന്നെ ഈ ലെഫ്റ്റ് സൈഡത്തെ 2 ഡോറും മാറും. അടിഭാഗത്തുള്ള വൈറ്റ് ഉണ്ടല്ലോ അതും മാറേണ്ടി വരും. അവിടെ 2-3 സ്ക്രാച്ച് ഉണ്ട്, അതൊക്കെ മാറ്റാം നമുക്ക്. ഒക്കെ വണ്ടി പുത്തനാവട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഈ ഭാഗവും ചെയ്യും, ഈ റൈറ്റ് സൈഡും ബാക്ക് സൈഡും. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് അവിടുത്തെ ആൾ പറഞ്ഞത്, ക്ലെയിം ഇടുന്ന ആൾ. പിന്നെ അജിത്ത് പറഞ്ഞത് ഒരു വട്ടേ ക്ലെയിം ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ മറ്റേ ഭാഗം ഫോട്ടോ എടുത്തിട്ടുണ്ടാവും, പിന്നെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ഞാനും കേട്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷേങ്കിൽ ഇത് ഇൻഷുർ ചെയ്യുന്ന ആളാണ്, ആളിനോട് എങ്ങനെ പറഞ്ഞത്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പറ്റുമോ. പറ്റും, ഒരു മാസം ഗ്യാപ്പ് കഴിഞ്ഞാൽ അടുത്ത ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെപ്പോൾ മറ്റേതിൽ വലിയ കാര്യമല്ല. ഏത് ഇപ്പോൾ ഒരു ഭാഗം ക്ലെയിം ചെയ്തു, അപ്പോൾ വണ്ടി മൊത്തത്തിൽ ഫോട്ടോ എടുത്തു. ഓക്കെ, അപ്പോൾ അപ്പുറത്തേക്ക് ഡോർമൽ സ്ക്രാച്ച് ഉണ്ട്, അപ്പോൾ അടുത്ത ക്ലെയിമിന് മുമ്പ് സ്ക്രാച്ച് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, പക്ഷേങ്കിൽ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താൽ പോരെ, ഈ ഡോർ വരെ പോസ്റ്റിനോ എവിടെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് വരുത്തിയാൽ പോരെ, പുതിയൊരു വര ഉണ്ടാക്കുക. അപ്പോൾ ആ വര മാത്രമല്ലല്ലോ ഒരു കളയുക, ആ ഡോർ മൊത്തത്തിൽ മാറ്റും. അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ പോരെ. അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് നമ്മളെ ഇൻഫോ പാർക്കിലെ പോലീസുമാർ ചെക്ക് ചെയ്യണ പോലെ
ചില ദിവസം ചില പോലീസുമാർ മാത്രം ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യും, അല്ലാത്തൊരു വെറുതെ പൊക്കോ അതിൽ വലിയ കാര്യമല്ല. അപ്പോൾ ഏതായാലും ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ, എങ്ങനെ കാര്യങ്ങളെന്ന് അറിയില്ല. ഫുള്ളായിട്ട് ഇന്ന് അന്വേഷിച്ചിട്ട് നാളെ വണ്ടി കൊടുക്കണം എന്നാണ് വിചാരിക്കണത്. അപ്പോൾ ഏതായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും കുറച്ച് ദിവസങ്ങൾക്ക് ബായ്.